ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഒട്ടുമിക്കത് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയതായിരിക്കും. എങ്കിൽ ഈ കാർഡിൻ്റെ മൊത്തം എനർജിയിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, അവർക്ക് കർമ്മ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അല്ല എട്ടിൻ്റെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാ തരത്തിലും. ഓക്കെ, വീഡിയോ കാണണമെങ്കിൽ മുഴുവനായിട്ട് കാണാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി ചിന്തിച്ച് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കുക. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. നമ്മൾ റീഡിംഗ് എടുക്കുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് അയച്ചാൽ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ഇതേപോലെ തന്നെ 2 ആഴ്ച ഒന്നും കഴിഞ്ഞിട്ടല്ല നമ്മൾ റീഡിങ് കൊടുക്കുന്നത്. നമ്മളൊരു എപ്പോഴാണോ നിങ്ങളൊരു പ്ലാൻ തിരഞ്ഞെടുത്തിട്ട് പണം അടയ്ക്കുന്നത്, ആ ടൈം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റീഡിങ് കിട്ടും. ഓൺ കോളിലാണ് നമ്മൾ റീഡിങ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയട്ടോ, സന്തോഷിപ്പിക്കാനല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്കൊരു സൊല്യൂഷൻ തന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് നെക്സ്റ്റ് ഒരു ഇതിലോട്ട് തിരിച്ചുവിടുക. അതാണ്, അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ടാലൻറ്റിൻ്റെ ഗൈഡൻസ് എടുക്കേണ്ടത്, അല്ലാതെ ഇവിടെ തന്നെ വിഷമിച്ചിരിക്കാനല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. തിരിച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക. നല്ല രീതിയിൽ എനർജി കൊണ്ടുവന്നതിന് ശേഷം ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇടയ്ക്കുള്ള പരസ്യ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങളുടെ വ്യക്തിനെ പറ്റി ചിന്തിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ ആ എനർജി കൊണ്ടുവരാം. അതാണ് നമ്മൾ ഈ എനർജി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റേ പഴയ ചാനലിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കിൽ ഇതേ സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഹെഡിങ്ങിൻ്റെ ഇതിലും കാണാം. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. ആ വീഡിയോയുടെ ലിങ്കാണ്, ആ വീഡിയോയും കാണാം. ഓക്കെ, ഇതൊന്നല്ല ടോപ്പിക്ക്. അവർ ഇന്ന് നിങ്ങളെ വിളിക്കുമോ, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ 24 മണിക്കൂറിനുള്ള ആ വ്യക്തിയുടെ ഒരു മെസ്സേജോ കോളോ മീറ്റിങ്ങോ നിങ്ങൾക്ക് ഉണ്ടാവൂ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ആരെയും ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലെ ടോപ്പിക്ക്, നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളെ വിട്ടുപോയ അവർക്ക് കർമ്മ കിട്ടി തുടങ്ങി എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാർഡ് 12 കാർഡ് എടുത്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തു വെച്ചതാണ്. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ വിട്ടുപോയ വ്യക്തിക്ക് കിട്ടിയ കർമാസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങളാ വ്യക്തി അവർ നിങ്ങളെ നല്ല രീതിയിൽ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് പറ്റാത്ത എന്തോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കാത്ത എന്തോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതിന് ചിലപ്പോൾ അവരൊരു സാഹചര്യത്തിൻ്റെ പഴിചാരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പഴിചാരുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ ഇഷ്യൂസിനെ, കരിയറിനെ, പണത്തിനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകാം. അവർ പോയത് മറ്റൊരു വ്യക്തിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കായിരിക്കാം. എന്തൊരു സാഹചര്യമാണോ അവിടെ പോയെടുത്തെല്ലാം 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല. വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ വെല്ലുവിളിച്ചിട്ടോ നിങ്ങളെ വാശി പിടിപ്പിച്ചിട്ടോ നിങ്ങളെ പാടെ തഴഞ്ഞിട്ടായിരിക്കും ആ വ്യക്തി പോയത്. ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പോയി എല്ലാ സ്ഥലത്തും ചതി, വഞ്ചന, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പെണ്ണ് തേച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ചെക്കൻ തേച്ചിട്ടുണ്ടാകും. നല്ലൊരു കല്യാണം തേടിയാണ് പോയെങ്കിൽ ആ കല്യാണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ നല്ലൊരു ജീവിത സാഹചര്യം തേടി പോയിട്ടാണെങ്കിൽ അവിടെ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലേ. ഇപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരു അവസ്ഥയിൽ നിൽക്കാതിരിക്കാം. പണം ഇല്ല, വല്ലാത്തൊരവസ്ഥ, ദാരിദ്ര്യം, എല്ലാം പറ്റിച്ചു, കയ്യിലുണ്ടായതെല്ലാം പോയി. അങ്ങനത്തെ വല്ലാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം. 7, 3, 9, 8, 4, 14, 15, 16, 12, 6, 9, 6 റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ജെമിനി, വിർഗോ, ടോറസ്, കാപ്രിക്കോൺ, സാജിറ്റാരിസ്, ലിബ്ര, ജെമിനിക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ലിബ്രയും വരുന്നുണ്ട്. അക്വേറിയസ്.
ഇത്ര സോഡിയക് സൈനും വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റോ സോഡിയക് സൈനൊക്കെ ആയിരിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നല്ല ചതിയും നല്ല എട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ വഴിക്കും കിട്ടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, ബ്ലാക്ക് മാജിക് ഉണ്ട്, എല്ലാം ഉണ്ട്. പാടെ ഹൃദയം തകർന്നൊരവസ്ഥ, വല്ലാതെ ആ ഒരു വിഷമഘട്ടത്തിൽ അനുഭവിക്കുന്നൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാകാം. ഏതൊരു വ്യക്തിയായിട്ടാണോ ബന്ധമുണ്ടായിരുന്നത് അതെല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ടാകാം. പോയി അവിടെ ചെന്നപ്പോൾ ആഗ്രഹിച്ചതല്ല കിട്ടുന്നത്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി വന്നിട്ടുണ്ടാകാം. അവരെ സത്യം മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട് നെഞ്ചിൽ. ഇപ്പം എന്താ പറയുക, നമുക്കൊരു 3 വാളൊക്കെ കുത്തിക്കയറിയ ഒരവസ്ഥ, 3 ഓഫ് സോർട്സൊക്കെയാണ് വന്നിട്ടുള്ളത്. വല്ലാതെ ഇമോഷണലി ഒരുപാട് വിഷമിക്കുന്നൊരവസ്ഥ, ഒരുപാട് ആങ്സിറ്റിയും ഒരു ഭയം പേടിയോടുകൂടി എല്ലാത്തിനും കാണുക. ഡിപ്രഷനാണ് മെയിനായിട്ട് പറയുന്നത്. രാത്രികാല സ്വപ്നങ്ങൾ, ഒരുപാട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ഇൻസോമാനിയ എന്നൊരു കണ്ടീഷനിലോട്ട് പോവുക. ഒട്ടും പ്രതീക്ഷയില്ല, ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ മൊത്തത്തിൽ നശിച്ചു. ഒരുപാട് ട്രോമ, വല്ലാതെ എന്താ പറയുക മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അവർക്കറിയാം ഇത് കുറേയൊക്കെ അവരുടെ നെഗറ്റീവ് തോട്ട്സാണ്. അതേപോലെ തന്നെ അവർക്ക് ഉള്ളൊരു ശിക്ഷയാണ്. അവർ തന്നെ സ്വയം ഒരു തടവറ ഉണ്ടാക്കിയിട്ട് അതിൽ, കാരണം അവർ തന്നെ മനഃപൂർവ്വം വന്ന് പെട്ട ഒരു കെണി. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന രീതിയിലുള്ളൊരു, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം. അത് റിലേഷൻഷിപ്പ് ആകാം, സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം. പലരും ഉപദേശിച്ചിട്ടും ഇവർ അതിലേക്ക് മനഃപൂർവ്വം ചെന്ന് ചാടിക്കൊടുത്തു എന്ന് പറയില്ലേ, ആ ഒരു കെണിയിൽ അകപ്പെട്ട് സ്വയം തടവറയിൽ പെട്ട് ഇരുന്ന് കരഞ്ഞ് വെന്തൊരുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക്. കാരണം അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ബന്ധം നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു ബന്ധമാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ, ജോലിയാണെങ്കിൽ അത്, എല്ലാ കാര്യത്തിലും ഇവർ ഫുള്ള് ട്രൈ ചെയ്ത് ഇവർക്ക് ഒരു പോസിറ്റീവും കിട്ടുന്നില്ല. അവസാനം നമുക്കതിലെന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളില്ലേ, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് അതിൻ്റെ വിധി എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ. അല്ലാതെ തകർന്നൊരവസ്ഥ തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് പോയെങ്കിൽ ഒട്ടും ബാലൻസ് ഇല്ല. ഇവരങ്ങോട്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകാം, അവിടെ നിന്ന് ഒന്നും തിരിച്ചു കിട്ടുന്നുണ്ടാകില്ല. താൽക്കാലികമായിട്ടുള്ളൊരു ഇതിലോട്ട് വേണ്ടി മാത്രമായിരിക്കാം പോയേ. ഒന്നും ബാലൻസിങ് അല്ല പോകുന്നത്. ആൽക്കഹോള്, അല്ലെങ്കിൽ ഡ്രഗ്സ്, അല്ലെങ്കിൽ സെക്സ്, അങ്ങനെ പല രീതിയിൽ എല്ലാ തരത്തിലുള്ളൊരു അഡിക്ഷൻ കാര്യങ്ങളിലോട്ട് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടാകാം. ഈ ഒരു ബന്ധം അത്രയധികം എന്താ പറയുക, മൊത്തത്തിൽ തകർന്നു പോയി. ഒരു ബന്ധമാണെങ്കിൽ ഒരു റീഅലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു. എന്തൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിനെ ശരിയാക്കാൻ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ തീർക്കാൻ ഇവർ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അത് നടക്കുന്നില്ല. ഒട്ടൊരു പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. വീണ്ടും ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലോട്ട് വീഴുന്ന പോലെ തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നെഗറ്റീവ് എനർജീസ് ഒരുപാട് ഉണ്ടാകാം. ഡബിൾ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. സെക്ഷുവലി മെൻ്റലി ഒക്കെ തളർന്നിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ വശീകരിച്ചതായിട്ടുള്ളൊരവസ്ഥ, മൊത്തത്തിൽ തകർന്നു പോയത്, മദ്യത്തിൻ്റെ ലഹരിയിൽ പെടുക, അങ്ങനെ എല്ലാ തരത്തിലും ഒരു അഡിക്ഷനിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ പോയത്. ചിലപ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റുന്നുണ്ടാവില്ല, അവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളില്ലേ, ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ. കാരണം ചെന്നിടത്തുനിന്ന് പോരാനും പറ്റുന്നില്ല, അവിടെ ഒട്ടും പറ്റണമില്ല എന്നൊരവസ്ഥ. ഇപ്പോൾ അവർക്കിടയിൽ, ഇപ്പോൾ അവർ പോയ ഒരു ഇതാണെങ്കിൽ റീസെൻ്റ്ലി അവർക്കിടയിൽ ഒരു വലിയൊരു ടവർ മൊമെൻ്റ് വന്നു, ഒരു സഡൻ ചേഞ്ച്. അവർ എത്ര നല്ല റിച്ച് ആയിട്ടിരുന്നൊരു വ്യക്തിയാണ്, വളരെ പെട്ടെന്ന് അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ്, ഒരു ദുരിതം, വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന അവരിലേക്ക് ഒരു സഡൻ, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ദുരന്തം, ആകസ്മികമായിട്ട് സംഭവിച്ചത് ഒരു കാര്യം, അത് അവരെ പാടെ തളർത്തി കളഞ്ഞിട്ടുണ്ടാകാം. അവരുടെ ലെവൽ നേരെ താഴത്തേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാണ്ട് എന്താ പറയുക, ഒരു പോസ് അടിച്ചൊരവസ്ഥ. നമ്മൾ ടി വിയിലൊക്കെ റിമോട്ടിൽ പോസ് അടിക്കുന്നൊരവസ്ഥ, നിശ്ചലാവസ്ഥ, തൂങ്ങിക്കിടക്കുകയാണ്. എല്ലാം സറണ്ടർ ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല. ഹാങ്ഡ് മാനാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയില്ല. പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല ആഴത്തിൽ നോക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറി വരണം എന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതൊരു ത്യാഗമായി, ഞാനിത് മനഃപൂർവ്വം പെട്ടതായി, ഒരു ചേഞ്ച് എല്ലാം ഇവരിൽ വരുന്നുണ്ട്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടുപോയൊരവസ്ഥ കാര്യങ്ങൾ കാണിക്കുന്നു. സെൽഫ് കെയർ, ഒരുപാട് കടങ്ങൾ കൊടുത്തു തീർക്കാനുണ്ടാകാം, ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടാകാം, ഭക്തി കാര്യങ്ങൾ കൂടിയിട്ടുണ്ടാകാം. പക്ഷേ ഇവരിൽ ഒരുപാട് ഒരു അധികാരവും ആധിപത്യമൊക്കെ ആരോ സ്ഥാപിക്കുന്നുണ്ട്. മറ്റ് വ്യക്തികളുടെ കൈകടത്തലുകളുണ്ട്, മറ്റ് വ്യക്തികളെ നിയന്ത്രിക്കുന്നുണ്ട്. നല്ല പവറും അധികാരമൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ അതായിരിക്കും ഇഷ്യൂ.
ഇവരുടെ ഇത്തരം സ്വഭാവങ്ങളെ ഓപ്പോസിറ്റുള്ള വ്യക്തി അംഗീകരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥ, അതിൽ നിന്ന് രാജിവെച്ച് മാറിപ്പോയൊരവസ്ഥ, നല്ലൊരു ഡിസ്റ്റൻസിലോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടാവാം. നിങ്ങളുമായിട്ടും എന്താ പറയുക, നിങ്ങളിലേക്കും വരാൻ പറ്റുന്നില്ല, നിങ്ങളായിട്ടും ഡിസ്റ്റൻസായി, എല്ലാം നഷ്ടപ്പെട്ടു. ഒറ്റയ്ക്ക് എല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ. ലവേഴ്സ് കാർഡൊക്കെ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു സെൽഫ് ലവ്, സ്വയം സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതിലെന്താ വേണ്ടതെന്ന് അറിയില്ല. കാരണം ഇതിൽ ഒരു ബന്ധത്തിലാണെങ്കിൽ അയാളുടെ ലൈഫിലോ അവളുടെ ആരുടെ ലൈഫിലാണെങ്കിലും അതിലൊരു ബാലൻസ് ഇല്ല. പല കാർഡുകളിലും ബാലൻസ് ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഡിപ്രഷനാണ് പറയുന്നത്. ഒരു പേടിയാണ്, ഇനിയൊരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് പേടി, കുറേ തെറ്റായ വഴക്കുകൾ, കാര്യങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, ഇതൊക്കെ അവരെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാകാം. ഇവരങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ചിലപ്പോൾ ഇവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ടാകില്ല. വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ട് എന്താണെന്നൊക്കെ ഒരുവിധം എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ വില നല്ല പോലെ. അപ്പോൾ അവർ പണ്ട് നിങ്ങളുടെ ഈ സ്നേഹമെല്ലാം കൊടുക്കുമ്പോൾ അവരതിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങളെ വിട്ടുപോയ അവർക്ക് അവരുടെ കർമ്മ, അവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാത്തിനുള്ള കർമ്മത്തിനുള്ള ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്ന് തന്നെ പറയാം. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെയധികം ദയനീയമാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന, മെൻ്റലി, ഫിസിക്കലി, സെക്ഷലി, എല്ലാ തരത്തിലും, സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരാളുടെ ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആ മനസ്സിലുദ്ദേശിച്ച വ്യക്തി ഉള്ളത്. അവർക്ക് കർമ്മ കിട്ടിയത് ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷത്തിനിടയാക്കാം, ദുഃഖത്തിനിടയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിക്ക് കർമ്മ കിട്ടി തുടങ്ങി, അവരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ, കാര്യങ്ങൾ ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റേ ചാനലിൽ നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെന്ന് വിളിക്കുക എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഹായ് അയയ്ക്കുക, ഡീറ്റെയിൽ കിട്ടും. 24 hours തന്നെ ഓൺ കോളിൽ അങ്ങോട്ട് വിളിച്ചിട്ട് റീഡിങ് തരുകയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ ടോപ്പിക്കുകൾ പറയാം. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ. ഞാൻ 2 വീഡിയോയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ കണ്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, അതിൽ നമുക്ക് ചെയ്യാം. പണ്ടത്തെ വീഡിയോസിലൊക്കെ നോക്കി റീയൂണിയനൊക്കെ സാധ്യമാകുമോ എന്ന് നോക്കാം. കമൻസൊക്കെ നോക്കിയിട്ട് വീഡിയോ കാണാം. ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാത്തിലോട്ട് എത്താനുള്ളതാണ്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.